ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മുറ്റത്ത് വന്നിരിക്കുന്ന കാറിന്റെ ശബ്ദം കേട്ടാണ് രാജേശ്വരി ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഏകദേശം 50 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു മധ്യവയസ്കൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതുപോലെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും 45 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു സ്ത്രീയും ഇറങ്ങി. വന്നവർ ആരാണെന്ന് മനസ്സിലാവാതെ രാജേശ്വരി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാ? രാജേശ്വരി അവരുടെ അരികിൽ ചെന്നോട് ചോദിച്ചു. ഇത് മിസ്റ്റർ രാജശേഖരന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ആ മധ്യവയസ്കന്റെ ചോദ്യത്തിന് മറുപടി എന്നോട് രാജേശ്വരി തിരികെ ചോദിച്ചു. അത് ഞങ്ങള് ആരെന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അകത്തുനിന്ന് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി വന്നത്. ശ്യാമേ! അയാളുടെ ഒപ്പം നിൽക്കുന്ന സ്ത്രീയെ നോക്കി ശ്രീദേവി ഉറക്കി വിളിച്ചുകൊണ്ട് വന്നു. ആ സ്ത്രീ അവരെ മുറുകെ പിണന്നു. ശ്യാമേ, എത്ര നാളായിടി കണ്ടിട്ട്, നീ ആളാകെ മാറിപ്പോയി. നിനക്ക് സുഖാണോടി? സുഖം. നിനക്കോ ശ്രീ? സുഖം. എന്നാലും ശ്യാമേ, കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ഫോണിൽ സംസാരിച്ചല്ലേ, എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് നീ ഒരു സൂചന പോലും തന്നില്ലല്ലോ. ശ്രീദേവി പരിഭവത്തോടെ ചോദിച്ചു. അത് നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതിയിട്ടാ. അവർ പറഞ്ഞിട്ട് ശ്രീദേവി പതിയുടെ കയ്യിനും തട്ടി. അവർ പരസ്പരം സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും രാജേശ്വരി ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ പകപ്പോടെ നിൽക്കുകയായിരുന്നു. ഇവിടെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ രണ്ടുപേരും അകത്തേക്ക് കയറിവാ. ശ്രീദേവി അവർ രണ്ടുപേരും അകത്തേക്ക് ക്ഷണിച്ചു. ഒരു മിനിറ്റ് ശ്രീ, മോള് കൂടെ ഉണ്ട്. ആരുടെയോ കോള് വന്ന് കാരണം കാറിൽ നിന്ന് സംസാരിക്കുക. മോള് വന്നിട്ടുണ്ടോ? അവിടെ നിന്നാ പഠിത്തം കഴിഞ്ഞ് വന്ന്? ശ്രീദേവി ആകാംക്ഷയോട് ചോദിച്ചു. 2 ദിവസമായി. മോളെ ഗൗരി! അവർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി വിളിച്ചു. കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഏകദേശം 22 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി. ജീൻസും ടോപ്പും ധരിച്ച് അത്യാവശ്യം മോഡേൺ ലുക്കിലുള്ള ആ പെൺകുട്ടിയുടെ ചുണ്ടിൽ ഒരു നിറപുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. ആൾ കയ്യിലിരുന്ന ഫോണിൽ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവരുടെ അരിയിലേക്ക് നടന്നു വന്നു. മോളെ, നിനക്കിത് ആരാണെന്ന് മനസ്സിലായോ? പിന്നെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ശ്രീദേവി ആന്റി? അപ്പോഴേക്കും ശ്രീദേവിയോടെ ചേർത്ത് പിടിച്ചിരുന്നു. നിങ്ങൾ കയറി വാ. ശ്രീദേവി അവരോടായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് ഇവരുടെ പുറകിലായി നിൽക്കുന്ന രാജേശ്വരി അവർ കാണുന്നത്. രാജി, ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്യാമ. ഇതവളുടെ ഭർത്താവ് മോഹൻ. പിന്നെ ഈ ചക്കരക്കുട്ടി ഇവളുടെ ഒരേ ഒരു മകൾ ഗൗരി. ശ്രീദേവി അതീവ സന്തോഷത്തോടെ പറയുന്ന കേട്ട് രാജേശ്വരി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ശ്യാമേ, ഇതാണ് എൻ്റെ ഒരേ ഒരു നാത്തൂൻ രാജേശ്വരി. അറിയാം, പണ്ട് നീ മുംബൈയിലായിരുന്നപ്പോൾ ഇവിടെയുള്ളവരെ കുറിച്ച് പറയാനേ നിനക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. കണ്ടിട്ടില്ലെങ്കിലും നന്നായിട്ട് അറിയാം. ശ്യാമ രാജേശ്വരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അകത്തേക്ക് കയറുക 3 പേരും. അവർ 3 പേരും അകത്തേക്ക് കയറി സോഫയിലായിട്ടിരുന്നു. നിനക്കറിയോ രാജി, മുംബൈയിൽ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ഇവളെയാ. അല്ലേടി? പിന്നല്ലാണ്ട്. ഇവിടെ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു വശം തളർന്നുപോലെയായിരുന്നു. എങ്കിലും അന്ന് ഞങ്ങളിന്നും കത്തൊക്കെ അയക്കായിരുന്നു. അല്ലേടി? പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ കോണ്ടാക്റ്റൊക്കെ നിന്നുപോയത്. എങ്കിലും ഇവൾ ഓർക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ മക്കളൊക്കെ വലുതായ ശേഷം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടരാൻ സാധിച്ച്. ശ്രീദേവി അനുകൂലിച്ചുകൊണ്ട് ശ്യാമയും പറഞ്ഞു. പിന്നെ അവർ ഓരോ വിശേഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവരോട് പറഞ്ഞുകൊണ്ട് രാജേശ്വരി കിച്ചണിലേക്ക് പോയി. എവിടെ നിന്റെ കെട്ടിയവനും മോനും ഇവിടെ ഇല്ലേ? രാജേട്ടൊന്ന് പുറത്തു പോയിരിക്കുക, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. വരാറാകുന്നു. പിന്നെ ദത്ത റൂമിലുണ്ട്. അത് പറയുമ്പോൾ അവരുടെ മുഖം മ്ലാനമായിരുന്നു. അപ്പോഴേക്കും രാജേശ്വരി ഒരു ട്രേയിൽ 3 ജ്യൂസുകളുമായി അങ്ങോട്ടേക്ക് വന്നു. രാജി, നീ ഒന്ന് ദത്തനെ വിളിക്കാമോ? ഞാനിപ്പോൾ വിളിക്കാം. ആദ്യം പറഞ്ഞോട് കയ്യിൽ നിന്ന് ജ്യൂസ് അവർക്ക് നൽകിയ ശേഷം രാജേശ്വരി മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. പിന്നെ പറയണി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇനി എന്നാ തിരിച്ചു പോകുന്നത്? രാജേശ്വരി മുകളിലേക്ക് കയറിപ്പോയതും ശ്രീദേവി അവരോടായി ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ലടി, നാട്ടിൽ തന്നെ ഉണ്ടാവും. മോഹനേട്ടിന് മുംബൈയും അടുത്തു അല്ലേ ഏട്ടാ? അവർ ചോദിച്ചു. അയാളൊന്ന് പുഞ്ചിരിച്ചു. അതൊരു നല്ല കാര്യമാണല്ലോ ശ്യാമി. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇനി എന്നും നിന്നെ കാണാലോ. ശ്രീദേവി സന്തോഷത്തോടെ അവരോടായി പറഞ്ഞു. പിന്നെ അവർ ഓരോ വിശേഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നു. വിശേഷം ഓരോന്നായി പറയുമ്പോഴും ശ്രീദേവിയുടെ കണ്ണുകൾ ഗൗരിയിൽ തന്നെ പതിഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ വിടർന്ന കണ്ണുകളും കുഞ്ഞു മുഖവുമെല്ലാം അവർ വല്ലാതെ ആകർഷിച്ചുകൊണ്ടിരുന്നു. എന്തോ ഒരു നിരാശ അവരിൽ വന്ന് മൂടി. പഠിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് മോളിനി എന്ത് ചെയ്യാനാ പ്ലാന്? പെട്ടെന്ന് ശ്രീദേവി ഗൗരിയെ നോക്കിക്കൊണ്ട് ശ്യാമയോടായി ചോദിച്ചു. നീ അത് ചോദിച്ചപ്പോഴോർത്ത്, മോൾക്ക് ഇവിടെ നിങ്ങളുടെ കമ്പനിയിൽ ജോലിയായിട്ടുണ്ട്. അതുകൂടി കൊണ്ടാ ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് തന്നെ വന്ന്. നേരാണോ? അത് വലിയ കാര്യമാണല്ലോ. അവർ പറഞ്ഞു കേട്ട് ശ്രീദേവി സന്തോഷത്തോടെ പറഞ്ഞു. ഇവള് കേരളത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. അതുകൊണ്ട് ജോലിക്ക് പോകുന്ന കാര്യം അത് ഭയങ്കര ടെൻഷനില്ല. ശ്യാമ പറഞ്ഞിട്ട് ശ്രീദേവി അവളെ നോക്കി. അതെന്തിനാ മോളെ ടെൻഷൻ? അവിടെ ദത്തനുണ്ടല്ലോ, ആന്റി പറഞ്ഞോളാം അവനോട്. എല്ലാം പഠിച്ചെടുക്കുന്നവരെ അവൻ മോളെ ഹെൽപ്പ് ചെയ്യും. അവര് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവർ ഓരോ കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം ദത്തനെ വിളിക്കാനായി മുകളിലേക്ക് കയറിപ്പോയ രാജേശ്വരി ദത്തന്റെ റൂമിന് മുമ്പിൽ ചെന്ന് പതിയെ വാതിൽ മുട്ടി. തനുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നുകൊണ്ടിരുന്ന ദത്തൻ വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ടതും ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി. തനുവും ഞെട്ടിപ്പോയിരുന്നു.
അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. തുടങ്ങിയൊന്നും പാതിൽ നിർത്തുന്ന സ്വഭാവം എനിക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയതും വാതിൽ വീണ്ടും മുട്ടുന്ന സൗണ്ട് കേട്ടു. അതോടൊപ്പം രാജേശ്വരിയുടെ ശബ്ദവും. ഈ അപ്പച്ചി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തടസ്സപ്പെട്ടതിന്റെ ഈർഷ്യയോടെ അവൻ അവളിൽ നിന്ന് അകന്നു മാറി വാതിൽ തുറക്കാനായി മുന്നോട്ട് നടന്നു. അവന്റെ കട്ടായം കണ്ടതും തനുവിന് ചിരി വന്നു പോയിരുന്നു. മോളധികം കിണിക്കണ്ട, ഇതിന്റെ പലിശയും മുതലും ചേർത്ത് ചേട്ടൻ നല്ലപോലെ തരുന്നുണ്ട്. അവളുടെ ചിരി കണ്ടതും തിരിഞ്ഞടക്കുന്നതിൽ അവൻ വിളിച്ചു പറയാൻ മറന്നില്ല. എന്താ അപ്പച്ചി? വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന അപ്പച്ചിയോടായി അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ദത്ത, താഴെ അടുത്തിയുടെ ഫ്രണ്ട് ഫാമിലി വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് താഴേക്ക് വാ. ഫ്രണ്ടോ? അമ്മയുടെ ഏത് ഫ്രണ്ടാ അപ്പച്ചി? അത് പണ്ട് മുംബൈയിലുണ്ടായിരുന്ന മോനെ, ഇടയ്ക്ക് വെച്ച് കോണ്ടാക്ട് ഒക്കെ നിന്നിരുന്നത്രേ. ഇപ്പൊ വീണ്ടും ഒത്തുകൂടി. നോക്കിക്കാണെങ്കിൽ രണ്ടുപേരും വേഗം വാ. അവരതും പറഞ്ഞോട് താഴേക്ക് ഇറങ്ങിപ്പോയി. എന്താ ദേവേട്ടാ? അപ്പച്ചി പോയതും തനി അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അമ്മയുടെ ഏതോ ഫ്രണ്ടും ഫാമിലി വന്നിട്ടുണ്ടെന്ന് നമ്മൾ കാണണമെന്ന് പറഞ്ഞു. നീ വാ. അവനതും പറഞ്ഞുകൊണ്ട് അയാളുടെ കൈയും പിടിച്ച് താഴേക്ക് ഇറങ്ങി. ദത്തിനും തനും താഴേക്ക് ചെല്ലുമ്പോൾ ശ്രീദേവി രാജേശ്വരി അവരോട് ഓരോ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൗരി ഒരു ഫോൺ വന്ന കാരണം പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ദത്തൻ വന്നല്ലോ മോനെ. ഇതാണ് അമ്മയുടെ പഴയ കൂട്ടുകാരി ശ്യാമ, ഇതവളുടെ ഭർത്താവ് മോഹൻ. ഒരു മകൾ കൂടിയുണ്ട് ഗൗരി. പുറത്തുനിന്ന് ഫോൺ ചെയ്യാം. ശ്രീദേവി അവർ പരിചയപ്പെടുത്തിയതും തനുവിന്റെ മനസ്സിൽ ആദ്യം വന്നത് ഒരിക്കൽ ദത്തിനോട് തന്റെ കൂട്ടുകാരിയുടെ മകൾ നിനക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു എന്ന് പറഞ്ഞ ശ്രീദേവിയുടെ വാക്കുകളായിരുന്നു. നിനക്കുള്ള പെൺകുട്ടി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്റെ കൂട്ടുകാരി ശ്യാമയുടെ ഒരേ ഒരു മകൾ ഗൗരി. ആ കുട്ടി ലണ്ടനിൽ MBA ചെയ്യുക. 6 മാസം കൂടി കഴിഞ്ഞ അവളുടെ കോഴ്സ് കഴിയും. അവൾ നാട്ടിലേക്ക് വന്ന ആ നിമിഷം നിങ്ങൾ വിവാഹം നടത്തണം. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു കഴിഞ്ഞു. അവരുടെ ആ വാക്കുകൾ മനസ്സിൽ വീണ്ടും വീണ്ടും അലയടിക്കുന്ന പോലെ തനുവിന് തോന്നി. അവൾ അസ്വസ്ഥതയോടെ മുഖം കുനിച്ചു. ആ നിമിഷമാണ് ദത്തന്റെ കൈകൾ അവളുടെ തോളിലമർന്നത്. I am always be yours. ഒപ്പം അവന്റെ വാക്കുകൾ കൂടി ചെവിയിൽ പതിച്ചതും അവളുടെ ചുണ്ടിൽ അറിയാത്തന്നെ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനെ നോക്കിയതും അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു കൊടുത്തു. അല്ല ശ്രീ, ഇതേതാ ഈ കുട്ടി? ആ നിമിഷമാണ് ശ്യാമയുടെ സംശയത്തോടെയുള്ള ചോദ്യം ആ മുറിയാകെ അലയടിച്ച്. അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ഇവളെന്റെ നെഞ്ചിലിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയില്ലേ ഇവളെന്റെ ആരാണെന്ന്? അവനൊരു ചിരിയോടെ ചോദിച്ചു. അവർ സംശയത്തോടെ ശ്രീദേവിയും ദത്തിനെയും മാറി മാറി നോക്കി. ശ്രീദേവി മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. ഒരിക്കൽ ദത്തിന് വേണ്ടി താൻ ഗൗരിമോളെ ആലോചിച്ചതായിരുന്നു. താനും ശ്യാമയും കൂടി അന്ന് ഏതാണ്ട് വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും താനും ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയതും. അന്നത്തെ അവസ്ഥയിലാണെന്നും ശ്യാമയെ അറിയിക്കാൻ തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തരുദത്തിന്റെ ഭാര്യയാണെന്ന് അറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഒരുപക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പ് പോലെ അവൾ അവസാനിപ്പിച്ചു എന്ന് വരാം. അവർ അസ്വസ്ഥതയോടെ മുഖം കുനിച്ച് തന്നെ ഇരുന്നു. ആന്റി ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറയാം ഇവളെന്റെ ആരാണെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവൻ തനുവിനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഷീസ് തനുശ്രീ ദേവദത്തൻ, മൈ വൈഫ്. ഉറച്ച ശബ്ദത്തിലുള്ള അവന്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ തന്നെയാണ് ആ മുറിയിലാകെ അലയടിച്ച്. ശ്യാമയും മോനും ഞെട്ടലോടെയാണ് അവന്റെ വാക്കുകൾ കേട്ടത്. അവൻ സംശയത്തോടെ ശ്രീദേവിയെ നോക്കിയപ്പോൾ അവർ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ നിമിഷമാണ് ഫോൺ ചെയ്തിട്ട് അകത്തേക്ക് കയറി വന്ന ഗൗരി അവരെ കാണുന്നത്. അറിയാത്തന്നെ അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണുപോയി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ദത്തൻ വാതിക്കൽ നിന്നുകൊണ്ട് തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ഒരു നിമിഷം പകച്ചുപോയി. അറിയാത്തന്നെ തനുവിന്റെ തോളിലിരുന്ന് അവന്റെ കൈകളയഞ്ഞു. ഗൗരി? മന്ത്രണം പോലെ ദത്തന്റെ നാവിൽ നിന്ന് വീണ അവളുടെ നാമം അടുത്തുനിന്ന് തനുവിന്റെ ചെവിയിൽ വ്യക്തമായി പതിഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ ഗൗരിയിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഗൗരി അവരെ നോയിക്കൊണ്ട് നിലത്ത് വീണ ഫോൺ കയ്യിലേക്ക് എടുത്തു. ശേഷം ഒന്നും മിണ്ടാതെ ശ്യാമയുടെ അരിയിലേക്ക് പോയിരുന്നു. എത്ര നാളായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? അല്പസമയത്തിന് ശേഷം മോഹൻ ദത്തിനോടായി ചോദിച്ചു. അതെങ്കിൽ ഇപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ഗൗരിയിൽ തന്നെയായിരുന്നു. ഗൗരി ആവട്ടെ അവനെയോ മറ്റാരെയോ നോക്കുപോലും ചെയ്യാതെ മുഖം കുനിച്ചിരിക്കുകയാണ്. ഓ. അതും പറഞ്ഞുകൊണ്ട് അയാൾ ശ്യാമയെ നോക്കി. അവർ ആ സമയം ശ്രീദേവിയെ നോക്കിയിരിക്കുകയായിരുന്നു. ശ്യാമയ്ക്ക് ശ്രീദേവിയുടെ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സന്ദർഭം അനുചിതമായതുകൊണ്ട് തന്നെ അവരൊന്നും മിണ്ടാതെ മൗനം പാലിച്ചു. അപ്പോഴേക്കും പുറത്തു വരുന്ന രാജശേഖരൻ തിരികെ വന്നു. പിന്നീട് അയാളും മോഹനും തമ്മിലായി സംസാരം. അവരോടൊപ്പം ദത്തനും കൂടി. ശ്യാമ ശ്രീദേവിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. രാജേശ്വരിയും തനും കൂടി ഗൗരിയോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. ഗൗരി അതിനൊക്കെ മുക്കിയും മൂളിയും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ദത്തന്റെ കണ്ണുകൾ ഗൗരിയിൽ പാറി വീഴുന്ന വ്യക്തമായി തന്നെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ കൂർത്തു. അവളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. എന്താ ഇത് ശ്രീ? നീയല്ലേ പറഞ്ഞ മോളി MBA പഠനം കഴിഞ്ഞു വന്ന ഉടനെ തന്നെ ദത്തിനായിട്ടുള്ള വിവാഹം നടത്തണമെന്ന്. എന്നിട്ട് പാവം വേറെ വിവാഹം കഴിച്ചെന്നോ? എന്നിട്ട് നീ ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലിനോട് പറഞ്ഞില്ലല്ലോ. നിന്നെ കാണുന്നതോടൊപ്പം മക്കളുടെ വിവാഹം കൂടി ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ട്. ശ്രീദേവിയുടെ കൈയും പിടിച്ച് ഗാർഡനിലേക്ക് കൊണ്ടുപോയ ശ്യാമ ചുറ്റിനും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവരോടായി ദേഷ്യത്തോടെ ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ടവും ശ്രീദേവി അവരെ ദയനീയമായി നോക്കിക്കൊണ്ട് അടുത്തിടുന്ന സ്റ്റോൺ ബെഞ്ചിലേക്ക് ഇരുന്നു. എന്റെയും ആഗ്രഹം തന്നെയായിരുന്നു ശ്യാമി. ഗൗരിമോൾ എൻ്റെ മരുമകളാക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എല്ലാം തകർത്തത് അവൾ ഒറ്റ ഒരുത്തിയ തനുശ്രീ.
അവൾ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ കടിച്ചു തൂങ്ങി കിടക്കുക, ഒരു ഒഴിയാബാധ പോലെ. ആ ഒരു ദേഷ്യത്തോടെ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്യാമ അവരെ സംശയത്തോടെ നോക്കി. നീ എന്തൊക്കെയാ ശ്രീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു അതേ സംശയത്തോടെ തന്നെ ചോദിച്ചു. എന്റെ ശ്യാമ എന്റെ മോനെ അവളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊന്നല്ല. അവളുടെ കുടുംബത്തോടുള്ള പ്രതികാരത്തിന് വേണ്ടി അവളുടെ കഴുത്തിൽ വെറുതെ ഒരു താലി കെട്ടി, അത്രയേ ഉള്ളൂ. ശ്രീദേവി നിസ്സാരമായി പറഞ്ഞു. ശ്യാമ അവരെ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കി നിന്നു. ശ്രീദേവി പറയുന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം, ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതും പറഞ്ഞുകൊണ്ട് ദത്തൻ ധനുവിനെ കല്യാണം കഴിക്കാനിടയായ സാഹചര്യം മുഴുവൻ ശ്രീദേവി ശ്യാമയോട് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ അതിൽ 1-2 ഭാഗങ്ങൾ അവർ ഒളിച്ചു വെച്ചിരുന്നു. ദത്തന്റെ ചോരയിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടിയാണ് ധനുവിനെ അവൻ വിവാഹം കഴിച്ചെന്ന കാര്യവും ദത്തൻ അവളെ ശാരീരികമായി ഉപദ്രവിച്ച കാര്യവും അവരവരിൽ നിന്ന് മറച്ചു വെച്ചു. അതിനു പിന്നിൽ അവർക്ക് മറ്റു ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ സൂര്യന്റെ ജീവിതാർത്ഥി ഈ പെണ്ണിന്റെ ചെറിയമ്മയായിരുന്നോ? എല്ലാം കേട്ടുകഴിഞ്ഞ് അവർ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, അവളോടുള്ള പ്രതികാരത്തിന് വേണ്ടിയാ ദത്തിനെ ഇവളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന്. ഇവളെ വെച്ച് രേവതിയെ വേദനിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. അതിനുവേണ്ടി പേരിനൊരു താലികെട്ട്. പക്ഷെ ഇപ്പൊ അവൾ അട്ടയെ പോലെ അവനോട് ഒട്ടി നിൽക്കുക, ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പോലും പോകുന്നില്ല. ആ ഒരു ദേഷ്യത്തോടെ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരിക്കൽ എന്റെ ഏട്ടന്റെ ജീവിതം അവളുടെ ചെറിയമ്മ നശിപ്പിച്ച പോലെ ഇനി എന്റെ മോന്റെ ജീവിതം അവൾക്ക് നശിപ്പിക്കണം. അതിനുവേണ്ടിയാ അവൾ എന്റെ കുഞ്ഞിനെങ്ങനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നത്. നാശം പിടിച്ചവള്. ശ്രീദേവിയുടെ വാക്കുകളിൽ തരുവിനോടുള്ള എല്ലാ വെറുപ്പും തെളിഞ്ഞു നിന്നിരുന്നു. അങ്ങനെ ഒട്ടി നിൽക്കാൻ വരുമ്പോ ദത്തനെന്തിനാ അതിനെ അനുവദിക്കുന്നത്? അവന് താല്പര്യമില്ലെങ്കിൽ അവനവളെ ഇറക്കി വിട്ടൂടെ? പേരിനൊരു താലി കെട്ടിയ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ. നിയമപരമായിട്ട് അവർ വിവാഹം കഴിച്ചിട്ട് കൂടിയില്ല. പിന്നെന്താ പ്രശ്നം? അവനോട് പറയും അവളവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ. അല്ലെങ്കിൽ തന്നെ ആരാ ചോദിക്കാൻ വരുന്നത്? ശ്രീദേവി പറഞ്ഞു കേട്ട് ശ്യാമ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ശ്യാമയോട് അതിനെന്ത് മറുപടി എന്നറിയാതെ നിൽക്കുകയായിരുന്നു ശ്രീദേവി. ദത്തിന് അവളോടുള്ള താല്പര്യം കൊണ്ടാണ് അവൾ ഇവിടെ തുടരുന്നതെന്ന് ശ്യാമ അറിഞ്ഞാൽ താൻ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്നതൊന്നും നടക്കില്ല. അതൊരിക്കലും സംഭവിക്കരുത്. എത്രയും പെട്ടെന്ന് അവൾ ഇവിടെ നിന്ന് അടിച്ചിറക്കി ദത്തിനെ കൊണ്ട് ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. അവർ മനസ്സിൽ ഓരോ കണക്കൂട്ടലുകൾ നടത്തി. അങ്ങനെ അവളെ പെട്ടെന്ന് ഇറക്കി വിടാൻ ദത്തൻ സമ്മതിക്കില്ല. ശ്യാമി അവന്റെ മനസ്സിൽ ഇപ്പോഴും രേവതിയോടുള്ള പ്രതികാരം മാത്രമാണ്. എങ്ങനെയെങ്കിലും രേവതിയെ തറക്കണം. അതിന് തനുശ്രീ ഇവിടെ തന്നെ വേണമെന്നാവും പറയുന്നത്. ഇപ്പൊ അവന്റെ മനസ്സിൽ അതല്ലാതെ മറ്റൊന്നുമില്ല ശ്യാമി. അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ എന്റെ വാക്കുകളൊന്നും അവൻ ചെവിക്കൊള്ളുന്നില്ല. അവന്റെ അമ്മാവനെ പോലെ അവന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ശ്യാമി. ശ്രീദേവി അവരെ നോക്കി ദയനീയമായി പറഞ്ഞു. ശ്യാമ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കേണ്ട ശ്രീ, നമുക്ക് ദത്തനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വേറൊരു പ്രതികാരത്തിന്റെ പേരും പറഞ്ഞ് സ്വന്തം ജീവിതമെല്ലാം നശിപ്പിക്കേണ്ടത് ദത്തൻ നല്ല പയ്യനാ. അവന്റെ ജീവിതം നശിച്ചു പോകാൻ പാടില്ല. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ശ്യാമ പറഞ്ഞു. താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ സന്തോഷത്തിൽ ശ്രീദേവി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നീ വാ, നമുക്കിപ്പോ തന്നെ അവനോട് സംസാരിക്കാം. അത് വേണ്ട ശ്യാമേ, ഇപ്പൊ അവൾ ഇവിടെ ഇല്ലേ? അവളുള്ളപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്ക് മറ്റൊരു ദിവസം അവനോട് മാത്രമായിട്ട് സംസാരിക്കാം. എന്നാലേ അവന് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാവൂ. ശ്രീദേവി പറഞ്ഞു. ശ്യാമക്കും അതാണ് നല്ലതെന്ന് തോന്നി. എങ്കിലും അങ്ങനെ ആവട്ടെ. ആരും അതിനെ അനുകൂലിച്ചു. പിന്നെ അവർ അവിടെ ഇരുന്ന് തനുവിനെതിരെയുള്ള പല നീക്കങ്ങൾ ആസൂത്രണം ചെയ്തു. ശേഷം മനസ്സിൽ പല കണക്കൂട്ടലുകളുമായി അവർ അകത്തേക്ക് നടന്നു. അന്ന് ഉച്ചവരെ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഊണും കഴിഞ്ഞിട്ടാണ് അവർ തിരികെ പോയത്. പോകുന്നതിനിടയിൽ പലതവണ ശ്യാമ ശ്രീദേവിയുടെ വാക്കും കേട്ട് തനുവിനെ കുത്തി നോവിക്കാൻ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീദേവിയുടെ കൂട്ടുകാരിൽ നിന്നും അവൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അതൊന്നും ബാധിച്ചില്ല. എന്നാൽ ആ നിമിഷങ്ങളിലൊക്കെയും അവളുടെ മനസ്സ് നിറയെ ദത്തനും ഗൗരിയുമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ദത്തൻ. ഗൗരിയെ പരിചയമുണ്ടോ എന്ന് അവനോട് ചോദിക്കാനുള്ള അവസരം പോലും തനുവിന് കിട്ടിയിരുന്നില്ല. അവൾ ഓരോന്ന് ഓർത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു. പടികൾ കയറാൻ തുടങ്ങിയതോ പിന്നിൽ നിന്നും ശ്രീദേവിയുടെ ശബ്ദം കേട്ടു. അവളൊന്ന് തിരിഞ്ഞു നോക്കി. അധികം വൈകാൻ തന്നെ കെട്ടും പാണ്ടും എല്ലാം എടുത്തുകൊണ്ട് ഇവിടുന്ന് പടിയിറങ്ങാൻ തയ്യാറായിക്കോ നീ. ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ പെൺകുട്ടിയെ കണ്ടല്ലോ, അവളാ ഗൗരി, എന്റെ ഭാവി മരുമകള്, എന്റെ ദത്തന് വേണ്ടി ഞാൻ കണ്ടെത്തിയ പെണ്ണ്. അവർ പറഞ്ഞു കേട്ട് അവളുടെ നെഞ്ചിൽ എന്തോ ഒരു വേദന തിങ്ങി നിറഞ്ഞു. അവള് നിന്നെ പോലെ കണ്ട ചതുപ്പിൽ നിന്ന് വന്നോന്നല്ല, കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി അവള്. അതുപോലെ ലണ്ടനിൽ നിന്ന് MBA കഴിഞ്ഞ് വന്നിരിക്കുന്ന പെൺകുട്ടി. എന്തുകൊണ്ട് എന്റെ ദത്തന് ചോദിച്ച പെണ്ണ്? അവർ അഹങ്കാരത്തോടെ പറഞ്ഞു. അവൾ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവരെ നോക്കി. ദത്തന്റെ അവഗണനയും ഗൗരി ദത്തന്റെ ആരാണെന്നുള്ള സംശയം എല്ലാം കൂടെ കൊണ്ട് അവൾ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ ഈ ചൊറിഞ്ഞ വർത്തമാനം. അവൾ ദേഷ്യത്തോടെ അവരുടെ നേരെ തിരിഞ്ഞു. എന്നെ ഇവിടെ കൊണ്ടുവന്ന മനക്കിലെ ദേവദത്തനാ, അല്ലാതെ ശ്രീദേവിയല്ല. എന്നോട് ഇറങ്ങിപ്പോവാൻ ദേവദത്തൻ പറയട്ടെ, അപ്പൊ ഞാൻ ഇറങ്ങിക്കോളും. അല്ലാതെ ശ്രീദേവി തമ്പുരാട്ടിയുടെ ഭീഷണി കേട്ടാണെന്നും ഈ തനുശ്രീ ഭയപ്പെടുന്നു കരുതണ്ട, കേട്ടല്ലോ. അവരുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് രൂക്ഷമായ സ്വരത്തിൽ അവൾ പറഞ്ഞതും അവരൊന്ന് പതറി. എങ്കിലും വിട്ടുകൊടുക്കാൻ അവരും തയ്യാറായിരുന്നില്ല. നീ എന്നോട് എതിർത്ത് സംസാരിക്കാറായ നീ? അവരവിടെ നേരെ ചീറിക്കൊണ്ടുവന്നെങ്കിലും അവൾ അവരെ മൈൻഡ് ചെയ്യാതെ വേഗം മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. നീ നിക്കണേ അവിടെ ഏർത്തി. അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങിയ ശ്രീദേവി പിന്നിൽ നിന്ന് രാജേശ്വരിയുടെ വിളിയേട്ട് തിരിഞ്ഞു നോക്കി.
തിരിഞ്ഞു നോക്കിയ ശ്രീദേവിയുടെ അരികിലേക്ക് രാജേശ്വരി വേഗത്തിൽ വന്നു. എന്താ എടുത്തിയത്? കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി എടുത്തിയുടെ പഴയ സ്വഭാവം മാറി തനുവിനെ അംഗീകരിച്ച് തുടങ്ങിയെന്ന്. എന്നിട്ടിപ്പോ വീണ്ടും തുടങ്ങിയ എടുത്തിക്ക് നാണാവുന്നില്ലേ ആ കൊച്ചുപെണ്ണിനോട് ഇങ്ങനെ കിടന്ന് വഴക്കൂടാൻ? ഒന്നുമില്ലല്ലേ, എടുത്തിയുടെ മായന്റെ ഭാര്യയല്ലേ? അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഈർഷ്യയോടെ പറയുന്ന രാജേശ്വരിയെ നോക്കി ശ്രീദേവി ഒന്ന് പുച്ഛിച്ചു. ഇല്ല, എനിക്കൊട്ടും നാണില്ല. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നവരെ ഞാൻ ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവൾ ഈ ശ്രീദേവി എന്റെ മകന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അന്ന് എന്റെ ശവം പട്ടടയിലെടുക്കണം. അവർ നോക്കി വീറോട് അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീദേവി തിരിഞ്ഞടന്നു. അവരുടെ വാക്കുകളിൽ തറഞ്ഞുന്ന രാജേശ്വരിയുടെ കണ്ണിൽ നിന്നും ആ നിമിഷം 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഒരു നാൾ ഈ പറഞ്ഞൊക്കെയും മാറ്റി പറയേണ്ടി വരും എടുത്തി. ശ്രീദേവി പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരൊരു നെടുവീർപ്പോടെ തന്നെ മുറിയിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.